അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന നബിയ്യനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിമ വ ആലി ഇബ്രാഹിമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശവ്വാൽ മാസം കഴിയുകയാണ്. ഇന്ന് 25. നോമ്പും പെരുന്നാളും ഒക്കെ കഴിഞ്ഞ് ശവ്വാൽ കഴിയുമ്പോൾ ഇനിയൊരു പുതിയ ബഹളം വരുന്നുണ്ട്. അത് ഉദ്ഹിയ്യത്തിൻ്റെ ബഹളമാണ്. എല്ലാ പള്ളികളിലും ബോർഡുകൾ വരും, പ്രഭാഷണങ്ങളും ഖുതുബകളും അത് സംബന്ധമായ കുറിപ്പുകളും ലേഖനങ്ങളൊക്കെ ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കാൻ തുടങ്ങുകയാണ്. എല്ലാവരും ഉദ്ഹിയ്യത്തിൽ പങ്കെടുക്കണം. അതിന് വലിയ പ്രതിഫലമുണ്ട്, പുണ്യമുണ്ട്. അറുക്കപ്പെടുന്ന മൃഗത്തിൻ്റെ രോമത്തിൻ്റെ എണ്ണമനുസരിച്ച് പാപങ്ങൾ പൊറുക്കപ്പെടും. അറക്കുന്ന ആ ചടങ്ങിന് എല്ലാവരും സാക്ഷിയാകണം. എല്ലാവരും മൃഗത്തെ തൊടണം. അതിൻ്റെ കഴുത്തിൽ നിന്ന് ചീറ്റുന്ന രക്തത്തിൻ്റെ കണക്കനുസരിച്ചാണ് അള്ളാഹു നിങ്ങളിൽ സംതൃപ്തനാകുന്നത്. പരലോകത്തേക്ക് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ പരലോകത്തേക്ക് പോകാനുള്ള വാഹനമാണത്. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ സ്വന്തമായിട്ട് തന്നെ മൃഗത്തെ അറുക്കണം. അതിന് കഴിയാത്ത ആളുകൾ ഷെയർ കൂടിയെങ്കിലും അറുക്കണം. 7 ഷെയർ വരെ ആകാം എന്നൊക്കെയാണ് ഇത് സംബന്ധമായി പറയുന്നത്. ധാരാളം ഇതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം പറയുമെന്ന് വെച്ചാൽ, ഉദ്ഹിയ്യത്ത് അറുക്കാത്ത ആൾ പെരുന്നാൾ നിസ്കരിക്കാൻ വരണ്ട. മല്ലം യുളഹി ഫലാ യഖ്രിബന്ന മുസല്ലാന. അയാൾ നമ്മൾ ഈദ്ഗാഹിൽ വരണ്ട, പള്ളിയിൽ വരണ്ട എന്ന് പോലും പറഞ്ഞ് ഉദ്ഹിയ്യത്തിനിങ്ങനെ പ്രോത്സാഹിപ്പിച്ച് ആളുകളെല്ലാവരും കൂടി ഉദ്ഹിയ്യത്തിൻ്റെ മൃഗം വാങ്ങി മൃഗത്തിൻ്റെ ഷെയർ കൂടി അറുത്ത് മഹാപുണ്യം നേടുന്ന സത്പ്രവൃത്തിയിൽ പങ്കെടുത്ത ഒരു മനോഭാവത്തോടു കൂടി പെരുന്നാളൊക്കെ ആഘോഷിക്കും. എന്ന് മാത്രമല്ല, ഉദ്ഹിയ്യത്തറുക്കാൻ തീരുമാനിച്ച ആൾ മുടിയെടുക്കരുത്, താടി പഠിക്കരുത്, മീശ വെട്ടരുത്, നഖം വെട്ടരുത്, ആകെ പ്രാകൃതമായ അവസ്ഥയിൽ നിന്നോളണം. ദുൽഹിജ്ജ മാസമായ പിന്നെ അറവ് കഴിയുന്നത് വരെ ഇമാതിരി പ്രവൃത്തികളൊന്നും ചെയ്യരുത്. എന്നിട്ട് അതിനൊക്കെ വലിയ ആദർശാത്മകമായിട്ടുള്ള വിശദീകരണം. ഇതൊരു തപസ്സാണ്, ഹജ്ജിന് പോകുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ, അതുപോലെ നമ്മളൊക്കെ പ്രതീകാത്മക ഹജ്ജ് കർമ്മത്തിലാണുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ ഇങ്ങനെ പുണ്യവൽക്കരിക്കും. മതത്തിൻ്റെ എന്തോ ഒരു വലിയ അടയാളം പോലെ. മാത്രമല്ല, പോത്തിനെയും മൂരിയെയും പശുവിനെയും കാളയെയും ഒക്കെ കാണുമ്പോൾ തക്ബീർ ചൊല്ലണം, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എന്താ കാരണം? ഇതൊക്കെ ബലിമൃഗമാണ്. അറുക്കാൻ ഭാഗ്യം സിദ്ധിക്കപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ സൗഭാഗ്യവാന്മാർ. ബാക്കിയുള്ളവരൊക്കെ അതിനൊക്കെ അറുക്കാൻ പറ്റുന്ന മൃഗമാണ്. അതുകൊണ്ട് എല്ലാറ്റിനെയും കണ്ടാൽ തക്ബീർ ചൊല്ലണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇസ്ലാമുമായി, ഖുർആനുമായി, പ്രവാചകാധ്യാപനങ്ങളുമായി പുലബന്ധം പോലുമില്ലാത്ത കുറേ കെട്ടുകഥകൾ ഉണ്ടാക്കി മൃഗങ്ങളെ ബലിയെറുക്കുക എന്ന ഒരു സങ്കല്പം, ഗോത്രസങ്കല്പം ഇസ്ലാമിൻ്റെ ഭാഗമായി കൊണ്ടുവന്ന് അത് നടപ്പിലാക്കുകയാണ് ഈ മുല്ലാ ശരീഅത്ത്. ഞാൻ കഴിഞ്ഞ 3-4 വർഷമായി ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൃത്യമായ ഒരു മറുപടി ഇപ്പറയപ്പെട്ട ഒരാളും ഒരു സംഘടനകളിൽ നിന്നുള്ള ഒരാൾ പോലും നൽകിയിട്ടില്ല. പറയുന്ന മറുപടി എന്താണെന്നറിയോ? ഇത് കാലാകാലങ്ങളായിട്ട് ചെയ്തു വരുന്നതല്ലേ, ഇത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടയാളല്ലേ, എന്നാൽ പിന്നെ നിങ്ങൾ പോത്തിറച്ചി തിന്നാൻ പാടില്ലല്ലോ, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലേ, പോത്തിറച്ചി തിന്നുന്നില്ലേ എന്നൊക്കെയാണ് ചോദ്യം. പ്രാമാണികമായി മറുപടി പറയുകയല്ല. ഇങ്ങനെ 2-3 മുല്ലമാർ ഒരുമിച്ച് കൂടിയിരുന്നിട്ട് എന്തൊക്കെ പറയുന്നതിലൊന്നൊരു കഥയില്ല, കാര്യമില്ല. എന്നാൽ പിന്നെ ഇയാൾ പോത്തിറച്ചി തിന്നോ, ഇയാൾ ബീഫ് തിന്നോ, ഇയാൾ ഹോട്ടലിൽ പോകുമോ, ഇയാൾ വെജിറ്റേറിയൻ മാത്രമേ കഴിക്കുള്ളൂ, ഇങ്ങനെയൊക്കെയാണ് ചോദ്യം. ഇതാണോ മറുപടി? ഞാൻ പറയുന്നത് ഖുർആനിൽ അറുക്കരുത്, ബലിയറുക്കരുത്, പുണ്യം വിചാരിച്ച് ബലിയറുക്കരുത് എന്ന് ഖുർആനിലുണ്ട്, ഇല്ലേ? ലൻ യനാലല്ലാഹ ലുഹൂമുഹ വലാ ദിമാഹുഹ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. സൂറ ഹജ്ജിൽ അല്ലാഹു പറയുന്നു,
നിങ്ങൾ ബലിയറുക്കുകയാണെങ്കിൽ അതിൻ്റെ മാംസമോ രക്തമോ ഒന്നും അള്ളാഹുവിലേക്ക് ഒരിക്കലും എത്തിച്ചേരുകയില്ല. എത്തിച്ചേരൂല എന്നല്ല പറയുന്നത്, ഒരിക്കലും എത്തിച്ചേരുകയില്ല. ലൻ എന്ന പ്രത്യയം യനാലു എന്ന ഭൂതകാല ക്രിയയോട് ചേർന്ന് വന്നിരിക്കുന്നു. അറബി ഭാഷയുടെ പ്രാഥമികമായ നിയമങ്ങൾ പഠിച്ചവർക്കറിയാം, ലൻ എന്ന പ്രത്യയം ഭൂതകാല ക്രിയയോട് ചേർന്ന് വന്നാൽ ഒരിക്കലും സംഭവിക്കുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ലൻ യഫ്അല, ഒരിക്കലും പ്രവർത്തിക്കുകയില്ല. ലൻ യനാല, ഒരിക്കലും വന്നു ചേരുകയില്ല, ഒരിക്കലും വന്നു ചേരൂല. ഈ ലോകത്തും ഇല്ല, പരലോകത്തും ഇല്ല. ലുഹൂമുഹാ വലാ ദിമാഉഹാ, അതിൻ്റെ മാംസമോ രക്തമോ നിങ്ങൾ അറുത്തിട്ടൊരു കാര്യമില്ല. അതാണ് പറയുന്നത്, അറുത്തിട്ടൊരു കാര്യവുമില്ല. അള്ളാഹുവിങ്കിലേക്ക് അത് വന്നു ചേരുകയില്ല എന്ന് കട്ടായം പറയുന്നു. വലാകിൻ യനാലുഹു തഖ്വ മിൻകും, നിങ്ങളിൽ തഖ്വയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ആവശ്യം. അതാണ് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക. തഖ്വയോടുകൂടി ജീവിക്കുകയാണ് വേണ്ടത്. അല്ലാതെ പോത്തിനറുത്തിട്ട് എന്ത് പുണ്യം? നിങ്ങൾ പറയേ, പോത്തിനറുത്തിട്ട് എന്ത് പുണ്യം കിട്ടാൻ? അതിലെന്ത് ത്യാഗം? എന്നിട്ട് പറയും ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അർത്തില്ലേ, ആ ത്യാഗമോ? ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അർത്തില്ല എന്നുള്ള കഥ വേറെ. ഞാൻ ചോദിക്കുന്നു, ഇബ്രാഹിം നബി ആട്ടിനെ പകരമായി അറുത്തു, ഇസ്മായിൽ നബിക്ക് പകരമായി ആട്ടിനെ അറുത്തു എന്നുള്ള കഥ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ഈ ഉദ്ഹിയ്യത്ത് നടപ്പിലാക്കുന്നത്? ഞാൻ ചോദിക്കുന്നു, 1000 തവണ ചോദിക്കുന്നു, വേണമെങ്കിൽ നിങ്ങൾ വെല്ലുവിളിന്ന് കണക്കാക്കിക്കോളൂ. ഞാൻ ചോദിക്കുന്നു, ഇബ്രാഹിം നബി ഇസ്മായിൽ നബിക്ക് പകരമായിട്ട് ആട്ടിനെ അറുത്തു എന്ന് ഖുർആനിൽ ഒരു വചനം കാണിച്ചു തന്നാൽ ഈ നാട്ടിൽ ഉദ്ഹിയ്യത്ത് അറുക്കുന്നതിൻ്റെ മുൻപന്തിയിൽ ഞാൻ നിന്ന് പ്രവർത്തിക്കാം. ഒരു വചനം, ഇബ്രാഹിം നബി വഫദൈനാഹു ബിദ്ബിഹിൻ അളീം എന്ന വാക്കിന് ഇബ്രാഹിം നബി പകരമായി ആട്ടിനെ അറുത്തു എന്ന് നിങ്ങൾക്ക് അതിനർത്ഥം പറ. അറബി ഭാഷയിൽ അങ്ങനെ ഒരു അർത്ഥം ഉണ്ടോ എന്ന് പറ. ഇല്ലെങ്കിൽ ഇല്ലാത്ത അർത്ഥം പറഞ്ഞ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ് മല്ലമാരെ? നിങ്ങളുടെ മുആവിയ ഉണ്ടാക്കിയ, നിങ്ങളുടെ രാജാക്കന്മാരുണ്ടാക്കിയ ഗോത്ര നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആനിനെ വക്രീകരിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഇബ്രാഹിം നബി ആട്ടിനെ അറുത്തു എന്ന് ഖുർആനിലുണ്ടോ? കാണിച്ചതാ? അങ്ങനെ ഒന്ന് ഖുർആനിലില്ല. വഫദൈനാഹു ബിദ്ബിഹിൻ അളീം എന്ന് പറയുന്ന ആയത്തിന് അങ്ങനെ ഒരു അർത്ഥമില്ല. അറബി ഭാഷയിൽ അങ്ങനെ ഒരു അർത്ഥമില്ല. എന്നിട്ട് ഇല്ലാത്ത അർത്ഥം പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ഈ ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്ന പ്രാകൃതവും രാക്ഷസീയവും ക്രൂരവുമായ കർമ്മം പുണ്യപ്രവൃത്തി എന്ന പേരിൽ നടപ്പിലാക്കാൻ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നത്? എന്നിട്ട് പറയും അത് നാട്ടുകാർക്ക് കിട്ടുകയല്ലേ, അത് ജനങ്ങൾക്ക് കിട്ടുകയല്ലേ, വലിയ പുണ്യമല്ലേ? ഏത് പുണ്യം? മാംസം കഴിക്കാൻ വയ്യാഞ്ഞിട്ട് മാംസം ഒഴിവാക്കിയിട്ട് മനുഷ്യന്മാർ പ്രകൃതി ചികിത്സാലയങ്ങളിൽ പോയിട്ട് 10,000-വും ലക്ഷവും കൊടുത്തിട്ട് മെലിയാൻ വേണ്ടിയിട്ട് പാടുപെടുന്ന ഒരു കാലം. മാംസം കിട്ടാത്തൊരു കാലമല്ലല്ലോ ഇത്. ആവശ്യമില്ല ആർക്കും. 100 രൂപ കൊടുത്താൽ കോഴിയിറച്ചി കിട്ടും, 50 രൂപ കൊടുത്താൽ കിട്ടും. ആവശ്യത്തിന് വാങ്ങിയിട്ട് കഴിക്കുന്നുണ്ട് ആൾക്കാർ. ഇവിടെ മാംസത്തിൻ്റെ ഒരു ആവശ്യമില്ല. എന്നിട്ട് 10 കിലോ 15 കിലോ ഓരോ വീടുകളിലും കൊണ്ടുപോയി തള്ളുന്ന, എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. 100 ഉരുക്കട അറുക്കുന്ന മഹല്ലുകളുണ്ട്. 100 ഉരുക്കട അറുക്കുന്ന, അപ്പുറത്ത് മുജാഹിദ് 10 പോത്തിനെ അറുത്താൽ ഇപ്പുറത്ത് ജമാഅത്ത് ഇസ്ലാമി 11 പോത്ത്, അപ്പുറത്ത് മുജാഹിദിനെ മറ്റേ വിഭാഗം 12 പോത്ത്, ഇപ്പുറത്ത് തബ്ലീഗ് 14 പോത്ത്. ഇങ്ങനെ ഈ അർത്ഥത്തിൽ എല്ലാ സംഘടനകളും മത്സരിച്ച് പോത്തിനെ അറുക്കുക. എന്നിട്ട് ഞങ്ങളുടെ മഹല്ലിൽ 100 പോത്തിനെ അറുത്തു എന്ന് പറഞ്ഞിട്ട് വീമ്പടക്കുക, പുണ്യം നേടുന്നതിന് വേണ്ടി ആണോ? ഞാൻ ചോദിക്കുന്നു, അള്ളാഹുവിൻ്റെ ദീനിൽ പോത്തിനെ അറുത്ത് പുണ്യം നേടുന്നതിനെക്കുറിച്ച് പറയുന്ന ഒരു വരി നിങ്ങൾ കാണിച്ചു തരുമോ? അറുക്കാൻ പാടില്ല എന്നല്ലേ ഖുർആനിലുള്ളത്? ഇബ്രാഹിം നബിയുടെ കഥ വക്രീകരിച്ച് കെട്ടുകഥയായി പറഞ്ഞിട്ട് ആ ഇല്ലാത്ത കഥയുടെ പേരിലല്ലേ നിങ്ങൾ ഈ ചെയ്യുന്നത്? എന്നിട്ട് ആ മൃഗത്തിൻ്റെ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് മൃഗത്തിന് അതിൻ്റെ കൊമ്പ് പൊട്ടരുത്, അതിൻ്റെ വരി ഉടക്കരുത്, അത് ഒറ്റ നിറമുള്ളതായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഇങ്ങനെ വിശേഷണം പറഞ്ഞ് എന്നിട്ട് അറുക്കാൻ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹു കാരുണ്യവാനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിക്കുന്ന അള്ളാഹുവിൻ്റെ കാരുണ്യം ഈ മൃഗത്തിന് എങ്ങനെയാണ് ലഭിക്കുന്നത്? അപ്പോൾ ചോദിക്കുന്നത് ഇതിൻ്റെ ഉത്തരമല്ല പറയാം. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അറുക്കുന്നതോ? ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ജീവിയെ ഭക്ഷ്യാവശ്യത്തിന് വേണ്ടി അറുക്കുന്നത് പ്രകൃതിയുടെ ഭാഗമാണ്. സിംഹം മാനിനെ തിന്നുന്നു, പുലി മുയലിനെ തിന്നുന്നു. ഇത് സ്വാഭാവികമായി ഈ പ്രകൃതിയുടെ ഭാഗമായിട്ട് അങ്ങനെയുണ്ട്. പുണ്യം കരുതി എനിക്ക് പുണ്യം കിട്ടും, എനിക്ക് മോക്ഷം കിട്ടും, എനിക്ക് സ്വർഗം കിട്ടും, എൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന ലക്ഷ്യത്തോടു കൂടി. അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ അതും ഇതും പറഞ്ഞിട്ട് ഒപ്പിക്കാൻ നിൽക്കല്ല. നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറ, ജനങ്ങളോട് പറഞ്ഞു കൊടുക്ക്. പുണ്യം കിട്ടും, പാപങ്ങൾ പൊറുക്കപ്പെടും, സ്വർഗത്തിലെത്തും, അള്ളാഹു ഇഷ്ടപ്പെടും, അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടും എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു മൃഗത്തെ അറുക്കുന്നത് പുണ്യമാണ്, അങ്ങനെ അറുക്കാം എന്ന് ദീനിലുണ്ടോ എന്നാണ് ഞാൻ ചോദ്യം. അങ്ങനെ ദീനിലില്ല. നിങ്ങൾക്ക് വിശക്കുമ്പോൾ നിങ്ങൾ തിന്നോളൂ, ഒരു കുഴപ്പമില്ല, അറുക്കാം, ഭക്ഷ്യാവശ്യത്തിന് വേണ്ടി അറുക്കാം. അതുപോലും വിൽപ്പനയ്ക്ക് വേണ്ടി
വിൽപ്പനയ്ക്ക് വേണ്ടി അറുക്കുന്ന, വാണിജ്യാവശ്യങ്ങൾക്ക് വേണ്ടി മൃഗങ്ങളെ അറുക്കുന്ന സമ്പ്രദായത്തെക്കുറിച്ച് ഇസ്ലാമിക ഫിഖ്ഹിൽ ഇന്നെവിടെയും. എന്തുകൊണ്ടാ? അത് കച്ചവടാവശ്യാർത്ഥം അങ്ങനെ ജീവികളെ അറുക്കുക എന്നുള്ളത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാരുണ്യ ദർശനത്തിനെതിരാണെന്നുള്ളത് കൊണ്ടാണ്. സ്വന്തം ഭക്ഷ്യാവശ്യത്തിന് വേണ്ടി വീടുകളിൽ അറുക്കാം എന്നല്ലാതെ അത് കച്ചവടമായി പോലും വികസിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാമിക ദർശനത്തിനോട് ചേരുന്നതല്ല എന്നുള്ളത് കൊണ്ട് അക്കാര്യത്തെക്കുറിച്ച് ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിലൊന്നും ഇല്ല. അതൊക്കെ പിൽക്കാലത്തുണ്ടായതാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് പുണ്യം പ്രതീക്ഷിച്ച് മൃഗങ്ങളെ അറുത്തിട്ട് സ്വർഗം നേടാമെന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിലില്ല. നിങ്ങളേതോ വാറോല എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിൻ്റെ പ്രമാണമല്ല. ഞാൻ ചോദിക്കുന്നത് ഖുർആനാണ്. ഖുർആനെ മറികടക്കാൻ വേണ്ടിയാണല്ലോ നിങ്ങൾ കിതാബ് ഉണ്ടാക്കിയത്. കണ്ട വാറോലകളൊക്കെ എഴുതി വെച്ചത് ഗോത്ര സങ്കല്പത്തെ, ഗോത്ര പ്രാകൃതത്തെ ഇസ്ലാമിൻ്റെ നിയമമാക്കി കൊണ്ടുവന്നതല്ലാതെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രവാചകൻ റഹ്മത്തുല്ലിൽ ആലമീനാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുല്ലിൽ ആലമീൻ. റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകാനുഗ്രഹിയായ പ്രവാചകൻ ഈ പോത്തിനെങ്ങനെ അനുഗ്രഹമാകും? അതും വേണമല്ലോ. എല്ലാറ്റിനും, ഉറുമ്പിനും പാറ്റയ്ക്കും വഴുതാരയ്ക്കും എല്ലാവർക്കും അനുഗ്രഹമാണല്ലോ റസൂൽ, എല്ലാ ജീവജാലങ്ങൾക്കും അല്ലേ. പട്ടിക്ക് വെള്ളം കൊടുത്തിട്ട് സ്വർഗത്തിൽ പോയ കഥ പഠിപ്പിച്ച ആളല്ലേ റസൂല്. പട്ടിക്ക് വെള്ളം കൊടുത്തിട്ട് സ്വർഗത്തിൽ പോയ കഥ. പൂച്ചയെ കെട്ടിയിട്ടിട്ട് ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ടിട്ട് നരകത്തിൽ പോയി എന്ന് പഠിപ്പിച്ച ആളല്ലേ റസൂല്. ആ റസൂല് പോത്തിൻ്റെ കഴുത്തി കത്തി വെച്ചിട്ട് ചോര ചീറ്റുമ്പോൾ അള്ളാഹു തൃപ്തിപ്പെടുമെന്ന് പറയാൻ അള്ളാഹുവിനെക്കുറിച്ച് എന്ത് മനസ്സിലാക്കി നിങ്ങൾ? അള്ളാഹുവിൻ്റെ ഏത് കാരുണ്യത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അള്ളാഹു എന്താ കുലദൈവമോ ഗോത്രദൈവമോ രക്തരക്ഷസോ? പോത്തിൻ്റെ രക്തം കണ്ടിട്ട് ചിരിക്കുന്ന അള്ളാഹു എന്ന ദൈവസങ്കല്പം എത്രമേൽ ഭീകരമാണ്. ഞാൻ പൊതുസമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഉളുഹിയ്യത്ത് എന്ന പേരിൽ മൃഗങ്ങളെ ബലിയെറുക്കുന്നതിന് വേണ്ടി ചെലവഴിക്കപ്പെടുന്ന തുക മുഴുവനും ഇസ്ലാമിക വിരുദ്ധമാണ്. അത് ഒരു ഗുണവുമില്ലാത്തതാണ്. അതുകൊണ്ട് നിങ്ങൾക്കോ ആ മൃഗത്തിനോ നാട്ടിനോ ഒരു ഗുണവുമില്ല, ഒരു പ്രയോജനവുമില്ലാത്ത നിഷ്പ്രയോജനമായ നിഷ്ഫലമായ ചെലവഴിക്കലാണത്. നിങ്ങൾ ആ പണം സമൂഹത്തിൽ ആവശ്യമുള്ളതിലേക്ക് ചെലവഴിക്കൂ. ഞങ്ങൾ കഴിഞ്ഞ 4 വർഷമായി ഉളുഹിയ്യത്ത് എന്ന പേരിൽ മൃഗങ്ങളെ അറുക്കാൻ വേണ്ടി ജനങ്ങൾ ചെലവഴിക്കുന്ന തുക സംഭരിക്കുകയും സമൂഹത്തിൽ ആവശ്യമായ പാവപ്പെട്ടവർക്ക് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ 4 വർഷമായി. വലിയ പ്രതികരണമാണ് സമൂഹത്തിൽ നിന്നുണ്ടാകുന്നത്. പൗരോഹിത്യം തെറ്റിദ്ധരിപ്പിച്ച് പുണ്യമെന്ന് കരുതി ഇത്തരം വൃത്തികേടുകൾ, പ്രാകൃതമായ ആചാരങ്ങൾ നടപ്പിലാക്കി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മേൽ ആരോപിച്ച് നടപ്പിലാക്കുന്ന ഈ കാര്യങ്ങൾ അത് നിർത്തലാക്കപ്പെടണം. പോത്തെന്ത് തെറ്റ് ചെയ്തു? എല്ലാ കൊല്ലവും പെരുന്നാൾ ആവർത്തിച്ച് വരുന്നു എന്നുള്ളതിന് പോത്തെന്ത് തെറ്റ് ചെയ്തു? ഇക്കാണുന്ന മൃഗങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? അതും അള്ളാഹു സൃഷ്ടിച്ച ജീവികളല്ലേ. അള്ളാഹു സൃഷ്ടിച്ച ഈ പോത്ത് എന്ന് പറയുന്നത്, എരുമ എന്ന് പറയുന്നത് ഇബ്ലീസ് ഉണ്ടാക്കിയൊന്നുമല്ലല്ലോ, അള്ളാഹു ഉണ്ടാക്കിയതല്ല. അള്ളാഹു ഉണ്ടാക്കിയ ഒരു ജീവിയെ അള്ളാഹു ഉണ്ടാക്കിയ മറ്റൊരു ജീവിക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടി കൊല്ലാം. നിങ്ങൾക്ക് പറയാൻ ഇത് മടിയൊന്നും ഉണ്ടാവില്ല. കാരണം മനുഷ്യരെ കൊല്ലാൻ പഠിപ്പിക്കുന്നവരാണ് നിങ്ങൾ അല്ലേ. നിങ്ങൾ എഴുതി വെച്ച ഈ മുല്ലാ ശരീഅത്തിലില്ലേ അഹ്മദ് ബിൻ ഹംബൽ പറയുന്നതായിട്ട്, അദ്ദേഹത്തിൻ്റെ ഹംബലി മദ്ഹബിലെ വളരെ പ്രസിദ്ധനായ ഒരു ഇമാമുണ്ടല്ലോ, അദ്ദേഹം പറയുന്നു, അബൂബക്കറുൽ ഹംബലി, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ കിതാബുൽ ഹുദൂദ് എന്ന് പറയുന്ന അധ്യായത്തിൽ, അന്ന യഹൂദിയൻ മർറ ബിമുഅദ്ദിൻ വഹുവ യുഅദ്ദിൻ ഫഖാല ലഹു കദബ്ത ഫഖാല യുഖ്തലു ലിഅന്നഹു ശതമ. ഒരു യഹൂദിയായ മനുഷ്യൻ ബാങ്ക് കൊടുക്കുമ്പോൾ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ അയാൾ പറഞ്ഞു, ആ ബാങ്കിൽ പറയുന്നതൊക്കെ കള്ളമാണെന്ന് പറഞ്ഞ കാരണത്താൽ അയാളെ കൊന്നുകളയണം എന്ന് എഴുതി വെച്ചിട്ടില്ലേ നിങ്ങൾ? എന്ന് വെച്ചാൽ ഒരു തൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കുക. ബാങ്ക് സത്യമാണ് എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലേ. വിശ്വാസികളല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് സത്യമാണ് എന്ന് അവർക്ക് പറയാൻ കഴിയില്ലല്ലോ. അത് കള്ളമാണെന്ന് പറഞ്ഞ കാരണത്താൽ കൊല്ലപ്പെടണം എന്ന് എഴുതി വെച്ച ശരീഅത്ത് അല്ലേ. ഈ കിതാബ് അംഗീകരിക്കാത്തതാണോ? അബൂബക്കർ ഹംബലിയുടെ കിതാബുൽ ഹുദൂദിൽ ഇത് എഴുതി വെച്ചിട്ടില്ലേ? അവിടെയും തീർന്നില്ല. കുല്ലു മൻ അഹ്ദസ ഫിൽ ഇസ്ലാമി ഹദസൻ അലൈഹിൽ ഖത്ലു. ഇസ്ലാമിൽ ഒരു പുതിയ കാര്യം നടപ്പിലാക്കിയാൽ അയാൾ കൊല്ലപ്പെടണമെന്ന് എഴുതി വെച്ചിട്ടില്ലേ? 726 നമ്പർ പ്രസ്താവന ഇതേ കിതാബിൽ. എന്താണത്? കുല്ലു മൻ അഹ്ദസ ഫിൽ ഇസ്ലാമി ഹദസൻ അലൈഹിൽ ഖത്ലു. ഇസ്ലാമിൽ പുതുതായി ഉണ്ടാക്കിയവരൊക്കെ കൊല്ലപ്പെടണം. അങ്ങനെയാണെങ്കിൽ കൊല്ലപ്പെടേണ്ടത് ആദ്യം മുആവിയാണ്. അയാളാണ് ഇസ്ലാമിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. കൊലപാതകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഒരു പ്രശ്നമുള്ള സംഗതിയല്ല. എന്ത് പറയുമ്പോഴും അനങ്ങിയാൽ വെട്ടണം എന്ന് പറയുന്നല്ലേ. ഉമറിൻ്റെ പേരിൽ എത്ര വെട്ട് കേസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. എന്തെങ്കിലും അനങ്ങുമ്പോൾ റസൂലിനോട് ചോദിക്കുന്നതായിട്ട് എഴുതി വെച്ചു, എന്ത്? നബിയെ കൊല്ലട്ടെ. ആര്? ഉമർ നബിയോട് നബിയെ കൊല്ലട്ടെ. വളരെ മൂട്ടയെ കൊല്ലുന്നത് പോലെ. എന്നാൽ പിന്നെ ഞാൻ കൊന്നേട്ടെ, വാളും പിടിച്ച് വന്നു. എത്ര വാതുകളിൽ നിങ്ങൾ കഥ പറഞ്ഞു. ഇങ്ങനെ അനങ്ങിയാൽ കൊല്ലുക എന്നുള്ള ഒരു വികാരം ഉണ്ടാക്കിയില്ലേ നിങ്ങൾ?
അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇക്കണ്ട പോത്തുകളെ കൊല്ലുന്നതിൽ മനസ്താപമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം, മൂല്യങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്ക്. സാധാരണക്കാരെ ചിന്തിച്ച് നോക്ക്. പൗരോഹിത്യത്തിൻ്റെ കാര്യം വിട്, മുല്ലമാരുടെ കാര്യം വിട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ പാവം പോത്തുകളെ കൊന്നിട്ട് നിങ്ങൾക്ക് സ്വർഗം നേടാമെന്നുള്ളത് വെറും വ്യാമോഹമല്ലേ? നന്മ ചെയ്യ്, അമലുസ്വാലിഹാത്ത് ചെയ്യ്, സമൂഹത്തിനും ലോകത്തിനും പ്രകൃതിക്കും ആവശ്യമായ നല്ല കാര്യങ്ങൾ ചെയ്യ്, നല്ല കാര്യങ്ങൾ പറ. എന്നിട്ട് നിങ്ങൾ സ്വർഗം നേടാൻ നോക്ക്, അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ നോക്ക്. അല്ലാതെ 5000ഉം 6000ഉം കൊടുത്തിട്ട് സ്വർഗം നേടാമെന്ന് പോത്തിൻ്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് സ്വർഗം നേടാമെന്നുള്ളത് വ്യാമോഹം മാത്രമാണ്. അത് ഇസ്ലാമിക വിരുദ്ധമാണ്, ഖുർആൻ വിരുദ്ധമാണ്. അപ്പോൾ ഹദീസ് കൊണ്ടുവരും, നബി 63 ഒട്ടകത്തെ അറുത്തിട്ടില്ലേ? എപ്പോൾ? റസൂലിൻ്റെ ഹജ്ജിൻ്റെ സമയത്ത് 63 ഒട്ടകത്തെ റസൂൽ അറുത്തു അത്രേ. എന്നിട്ട് ബാക്കി 37 100 മൂപ്പർ അറക്കാൻ നിശ്ചയിച്ചത്. എന്നിട്ട് ബാക്കി 37 അലി ഇബ്നു അബി താലിബ് അറുത്തു. എങ്ങനെയാണ്? അതാണ് കഥ. ഇത് ബുഖാരിയിൽ എഴുതിയതാണ്. ബുഖാരി അങ്ങനെ പലതും എഴുതും. ബുഖാരി എഴുതുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്തില്ല. ഒരൊട്ടകത്തെ അറക്കാൻ 10 മിനിറ്റ് കൂട്ടുക. 10 മിനിറ്റൊന്നും പോരാ, അരമണിക്കൂർ വേണം. കാരണം ഒട്ടകത്തെ കടത്തി ഇറക്കുകയല്ല, നിർത്തി ഇറക്കുകയാണ്. ഇനി 10 മിനിറ്റ് കൂട്ടുക. ഒരൊട്ടകത്തെ അറക്കാൻ 10 മിനിറ്റ് നിരന്തരമായ തുടർച്ചയായി ശ്വാസം പോലും വിടാതെ അറക്കുകയാണെന്ന് വിചാരിക്കുക. എങ്കിൽ 63 ഒട്ടകത്തെ അറക്കാൻ 630 മിനിറ്റ് എന്ന് വെച്ചാൽ 10.5 മണിക്കൂർ. രാവിലെ മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് നടന്നു വന്ന നബി അവിടെ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് മസ്ജിദുൽ ഹറാമിലേക്ക് എപ്പോഴേക്ക് എത്തുന്നു? ളുഹറിലേക്ക് എത്തുന്നു. അപ്പോൾ റസൂലും മിനയിലേക്ക് എത്തിയിട്ടുണ്ടാവുക 8 മണിക്ക്, ളുഹർ 12 മണിക്ക്. അപ്പോൾ 4 മണിക്കൂർ. അവിടെ നിന്ന് നടന്നിട്ട് പോകാൻ 2 മണിക്കൂർ വേണം. 2 മണിക്കൂർ നടന്നു പോകാൻ. അപ്പോൾ 2 മണിക്കൂർ മിനയിൽ ചിലവഴിച്ചു. ആ സമയത്ത് കുളിയൊക്കെ കഴിയണം. നിങ്ങൾ പറയുന്ന ഈ 63 ഒട്ടകത്തെ നബി അർത്ഥെങ്കിൽ എങ്ങനെ അർത്തു? ഒരു സെക്കൻഡിൽ 3 വെച്ചിട്ടോ? ഈ മുല്ലമാർ ഹദീസ് ഉണ്ടാക്കുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്തില്ല. ഒരുപക്ഷെ അവർക്ക് ഗണിതം അറിയില്ലായിരിക്കാം, അതുകൊണ്ട് പഴിച്ചു പോയതാ. 63 ഒട്ടകത്തെ 2 മണിക്കൂർ കൊണ്ട് നബി അർത്തു എന്നിട്ട് പൊളിച്ചിട്ട് പോയി എന്ന് പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ ബുദ്ധിയുള്ളവരെ കിട്ടുമോ? നബി 63 ഒട്ടകത്തെ അറക്കുകയാണെങ്കിൽ രാവിലെ 8 മണിക്ക് അറക്കാൻ നിന്നാൽ നിർത്താതെ ഭക്ഷണം കഴിക്കാതെ മൂത്രമൊഴിക്കാതെ അറക്കുകയാണെങ്കിൽ തന്നെ വൈകുന്നേരം 8 മണി വരെ അറക്കണം. എന്നിട്ടേ നബിക്ക് പോകാൻ പറ്റൂ. പക്ഷേ നബി ളുഹറിന് എവിടെ ഉണ്ട്? മസ്ജിദുൽ ഹറാമിലുണ്ട്. നിങ്ങൾ തന്നെ എഴുതിയ കിതാബിൽ ളുഹറിന് മസ്ജിദുൽ ഹറാമിലുണ്ട്. അവിടുന്ന് തവാഫും സഴിയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ വെച്ച് പ്രഭാഷണം നടത്തുന്നുണ്ട്. എന്നിട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെഴുതിയ കണക്കും നിങ്ങളെഴുതിയ കഥയും തമ്മിലൊരു ബന്ധമില്ല. ഇതാലോചിച്ച് നോക്കിയാൽ മതി. കള്ളം എഴുതി വെക്കുന്നു, പച്ച കള്ളം. റസൂലുള്ളാഹിൻ്റെ പേരിൽ 63 ഒട്ടകത്തെ നബി അറുത്തുന്ന്. നബി എന്താ കശാപ്പുകാരനോ? ഒരു കശാപ്പുകാരന് പോലും അറക്കാൻ കഴിയില്ല. ഒട്ടകത്തെ അറക്കുക എന്ന് പറഞ്ഞാൽ നല്ല കരുത്തും പിന്നെ പരിശീലനവും ആവശ്യമാണ്. അങ്ങനെ 63 ഒട്ടകം നബി തൻ്റെ സ്വന്തം കൈ കൊണ്ടെന്നാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് 100 തേക്കാൻ വേണ്ടി ബാക്കി അലി ഇബ്നു അബി താലിബിനെ ഏൽപ്പിച്ചോന്ന്. ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങളൊക്കെ ഏൽപ്പിക്കാൻ ആളുണ്ടല്ലോ ഇവിടെ. അലിയാരെ ഞങ്ങളെങ്ങനെ ഏൽപ്പിച്ചാൽ മൂപ്പരായിക്കൊള്ളുമല്ലോ കാര്യങ്ങളൊക്കെ. കണ്ണമെഴുതി വെച്ചു ബുഖാരി, കണ്ണമെഴുതി വെച്ചു റസൂലിൻ്റെ പേരിൽ. എന്തിന്? ഈ പ്രാകൃതമായ ഗോത്രീയതയെ സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടി. ഒരു സംശയമില്ല. അതാണ് നമ്മളൊക്കെ നടപ്പിലാക്കുന്നത്. റസൂൽ അറുത്തിട്ടില്ല. അർത്തു എന്ന് തെളിയിക്കാൻ ഇവരുടെ കയ്യിൽ ഒരു രേഖയില്ല. ഈ കള്ളമല്ലാതെ 100 63 അർത്തുന്നു. എന്നിട്ട് 63 കണക്കും പറയും 63 വയസ്സ് വരെയാണ് റസൂല് ജീവിക്കുക എന്നുള്ളതിൻ്റെ തെളിവാണത് എന്ന്. റസൂല് ഇങ്ങനെ വ്യാജം എഴുതി വെച്ചിട്ട് വ്യാജത്തിൻ്റെ മേൽ കെട്ടിപ്പടുത്തതാണ് ഉദ്ഹിയ്യത്ത് എന്ന സങ്കല്പം. അത് ഇസ്ലാമികമല്ല, അത് ദീനീയല്ല, അത് ധാർമ്മികമല്ല, അത് പൈശാചികമാണ്. അതുകൊണ്ടൊരു കാര്യവുമില്ല. നിങ്ങൾ ഉദ്ഹിയ്യത്തിൻ്റെ സംഖ്യ നിങ്ങൾ നീക്കിവെക്കുന്നുവെങ്കിൽ നല്ലത്. പക്ഷേ അതൊരു മൃഗത്തിൻ്റെ കഴുത്തിൽ കത്തിവെക്കാനാകരുത്. ഏതെങ്കിലും ഒരു ജീവിതത്തെ പച്ചപ്പ് പിടിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കണം, ഒരു ജീവിതത്തെ പുഷ്കരമാക്കുന്നതിന് വേണ്ടിയായിരിക്കണം. ഇത്രയും പ്രാകൃതമായ ഒരു സമ്പ്രദായത്തെ എന്നിട്ടിങ്ങനെ മയക്ക് കെട്ടിയിട്ട് പറയാണ് ആൾക്കാരോട്. അതിൻ്റെ രോമത്തിൻ്റെ കണക്കനുസരിച്ച് കൂലി കിട്ടും, പാപങ്ങൾ പൊറുക്കപ്പെടും, അതിൻ്റെ രക്തം ഒഴുകുന്നതിനനുസരിച്ച് അല്ലാഹു തആല നിങ്ങളെ ഇഷ്ടപ്പെടും എന്നൊക്കെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഖുർആൻ ആവർത്തിച്ച് പറയുന്നൊരു സംഗതിയുണ്ട്. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത് പ്രകാരം മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സമൂഹമായി പോയി നിങ്ങൾ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹുവിനെക്കുറിച്ചുള്ള ധാരണ എത്ര അബദ്ധമാണ് എന്ന് ആലോചിച്ചാൽ അറിയാം. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ഷാനിഹക ഹുവൽ അബ്തർ. ഇതാണ് മറ്റൊരായത്ത്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, നിനക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നാം നൽകി, അതുകൊണ്ട് ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുകയും പിന്നെ വൻഹർ എന്ന് പറഞ്ഞാൽ അറുക്കുകയും ചെയ്യാമെന്നാണ്. അതിന് മുജാഹിദുകൾ പറയും ഇവിടെ കൈകെട്ടാനാണ് പറയുന്നത്, നെഞ്ചത്ത് കൈകെട്ടണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിന് ബാക്കിയുള്ളവർ പറയും അറുക്കണം എന്നാണ്. ഇത് രണ്ടുമല്ല.
അതിൻ്റെ അർത്ഥം നിങ്ങൾ സമർപ്പിക്കണം എന്നാണ്. നിങ്ങൾ കീഴൊതുങ്ങണം എന്നാണ്. നിങ്ങൾക്കുള്ളതെല്ലാം ദൈവത്തിന് മുന്നിൽ കാഴ്ചവെക്കണം. നിങ്ങളെ തന്നെ സമർപ്പിക്കണം എന്നാണ്. നിങ്ങളെ തന്നെ വഖ്തുലു അൻഫുസക്കും ഖുർആനിൽ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, നിങ്ങളെ തന്നെ കൊല്ലുക എന്ന് വെച്ചാൽ കഴുത്തിൽ കത്തി വെക്കുക എന്നല്ല. നിങ്ങളുടെ ഇച്ഛകളെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ, നിങ്ങളുടെ താല്പര്യങ്ങളെ എല്ലാം അള്ളാഹുവിൻ്റെ താല്പര്യങ്ങൾക്കായി അങ്ങ് സമർപ്പിക്കുക. ഇബ്രാഹിം നബി പറയുന്നുണ്ടല്ലോ, ഞാൻ നിന്നെ ബലി നൽകാൻ സ്വപ്നം കണ്ടു. അവിടെ ബലി നൽകാൻ എന്ന് പറഞ്ഞാൽ നിന്നെ സമർപ്പിക്കാൻ, എൻ്റെ ഈ മാർഗത്തിൽ നിന്നെ സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ കഴുത്തിൽ കത്തിവെക്കാന്നല്ല. ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ. നമ്മൾ നമ്മുടെ മക്കളോട് പറയാറില്ലേ, മോനെ ബാപ്പാക്കൊരു സ്വപ്നമുണ്ട്, നിന്നെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്, നിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാനാ തീരുമാനം. എന്താ അതിൻ്റെ അർത്ഥം? നാളെ തന്നെ കത്തിയും പിടിച്ചിട്ട് പോയിട്ട് പിന്നെ കഴുത്തിൽ കത്തി വെക്കുന്നതാണോ? അല്ല. പിന്നെയോ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ ധർമ്മമാർഗത്തിൽ നിന്നെ സമർപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെയാണ്. മറിയം ബീവിയെക്കുറിച്ച് മറിയം ബീവിയുടെ ഉമ്മ പറഞ്ഞില്ലേ, ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററൻ ഫതഖബ്ബൽ മിന്നി. എൻ്റെ വയറ്റിലുള്ള ഈ കുട്ടിയെ ഞാൻ നിനക്ക് ബലി നൽകിയിരിക്കുന്നു, നേർച്ചയാക്കിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? മറിയം ബീവിയിൽ അറക്കുന്നാണോ? ഇബ്രാഹിം നബി അത്രേ പറഞ്ഞിട്ടുള്ളൂ, എനിക്കൊരു സ്വപ്നമുണ്ട്, നിന്നെ ബലി നൽകുന്നതായിട്ട് സ്വപ്നം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. അപ്പോൾ കുട്ടി എന്ത് പറഞ്ഞു? സതജിദുനി ഇൻഷാ അല്ലാഹു ഫഫ്അൽ മാ തുഉമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. വാപ്പ ഇഷ്ടം പോലെ ചെയ്തോ, വാപ്പ പറയുന്നത് ഒക്കെ അനുസരിക്കുന്ന നല്ല മോനാണ് ഞാൻ. അങ്ങനെയാണ് കുട്ടി പറഞ്ഞത്. അതിനെയാണ് ഭയങ്കരമായ കഥാപ്രസംഗമാക്കി മാറ്റിയത്. കത്തി പിടിച്ചു, കുളിപ്പിച്ചു, അത്തറ് പൂശി, എന്നിട്ടിങ്ങനെ നടന്നുപോയി. പിശാച് വന്നു, പിന്തിരിപ്പിക്കാൻ നോക്കി. അപ്പോൾ ഇബ്ലീസിനെ എറിഞ്ഞു. അതാണ് ആ മൂന്ന് തൂണ്. ഇബ്ലീസിനെ എറിഞ്ഞു. അപ്പം നമ്മൾ അറിയണം ഇബ്ലീസിനെ. ഏത് ഇബ്ലീസ്? ഇബ്രാഹിം നബിയുടെ അടുത്തേക്ക് വരാൻ ധൈര്യമുള്ള ഏത് ഇബ്ലീസാണ് ഉള്ളത്? ഇബ്രാഹിം നബി എന്താ പള്ളിയിൽ ഉസ്താദോ? ഇബ്രാഹിം നബി ഈ ലോകത്തിൻ്റെ മഹാപ്രവാചകൻ, പ്രവാചകന്മാരുടെ ഗുരുവായിരിക്കുന്ന ഇന്നി ജായിലുക ലിന്നാസി ഇമാമ എന്ന് ലോകത്തോട് അള്ളാഹു പ്രഖ്യാപിച്ച, നീ എൻ്റെ സുഹൃത്താണെന്ന് അള്ളാഹു പറഞ്ഞ അല്ലേ? ഇബ്രാഹിമിനെ നാം ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് എൻ്റെ സുഹൃത്തെന്ന് അള്ളാഹു അഭിമാനപൂർവ്വം പറഞ്ഞ ഒരു മഹാപുരുഷനെ കുറിച്ച് ഇവർ കഥ ഉണ്ടാക്കി ഇബ്ലീസ് പോയിട്ട് പറഞ്ഞു പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി കല്ലെടുത്തെറിഞ്ഞു. ഇബ്രാഹിം നബിയെ കുറിച്ചുള്ള നിങ്ങളെ ധാരണ തങ്ങളെ ഓഫീസ് സെക്രട്ടറി ആണെന്നോ? മഹാഗുരുവിനെ കുറിച്ച്, ലോകത്തിൻ്റെ മഹാഗുരുവിനെ കുറിച്ച് എന്നിട്ട് ഇങ്ങനെ കെട്ടുകഥകൾ ഉണ്ടാക്കിയിട്ട് ആ പ്രവാചകൻ്റെ പേരിൽ ആരോപിച്ചിട്ട് നിങ്ങളുണ്ടാക്കിയ ഈ ചടങ്ങുണ്ടല്ലോ, അത് ലോകത്തിൻ്റെ മുന്നിൽ ഇസ്ലാമിനെയും ഖുർആാനിനെയും അപഹസിക്കുന്നതിന് കാരണമായി തീർന്നിരിക്കുന്നു, ഈ മൃഗങ്ങളെ അറുത്തിട്ട്. അതുകൊണ്ട് സാധാരണക്കാരോട്, അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിക്കുന്ന സാധാരണക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്നത് വൃഥാവിലാണ്, നഷ്ടമാണ്. നിങ്ങൾക്ക് പുണ്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഈ പണം നിങ്ങളുടെ കുടുംബത്തിലെ പാവപ്പെട്ടവർക്ക്, നിങ്ങളുടെ അയൽവാസികളായ പാവപ്പെട്ടവർക്ക്, നിങ്ങളുടെ പ്രദേശത്തിലുള്ള ആലംബഹീനരായ ആളുകൾക്ക് നിങ്ങൾ കൊണ്ടുപോയിട്ട് ആരും അറിയാതെ കൊടുക്ക്. ഇതെൻ്റെ ബലിയാണെന്ന് പറഞ്ഞിട്ട് കൊടുക്ക്. അള്ളാഹു ഇഷ്ടപ്പെടും. അതിനേക്കാൾ പുണ്യമുള്ള മറ്റൊരു കാര്യമല്ല, ഇതെൻ്റെ ബലിയാണെന്ന് കൊണ്ടുപോയി പറഞ്ഞു കൊടുക്ക്. നിങ്ങളുടെ കുടുംബത്തിലില്ലേ പ്രയാസപ്പെടുന്നവർ, കൂരയില്ലാത്തവർ, പ്രയാസമുള്ളവർ, രോഗികൾ, അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക. ആരും അറിയണ്ട, ഇതെൻ്റെ ബലിയാണ്, എൻ്റെ പെരുന്നാളിൻ്റെ ബലിയാണ്. അതാണ് ബലി. അങ്ങനെ ബലി കൊടുക്കാൻ ശീലിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സയ്യിദിന വ ഹബീബിന വ ഇമാമിന വ ഹാദീന വ മുൻജീന വ ഖുർറത്തി അയ്യുനിന മുഹമ്മദിൻ വ ആലിഹി വ സ്വഹ്ബിഹി. അയ്യുഹന്നാസ് ഉസീക്കും ഇബാദല്ലാഹി വ ഇയ്യായ ബിതഖ്വല്ലാഹ്. സഹോദരികളെ, അല്ലാഹു തആല നമ്മെ എല്ലാവരെയും സർവാർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നിസ്കാരത്തിൽ നമ്മളൊക്കെ ചൊല്ലാറുള്ള ഒരു പ്രാരംഭ പ്രാർത്ഥനയുണ്ടല്ലോ, ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ നിസ്കാരവും എൻ്റെ ബലികർമ്മങ്ങളുമെല്ലാം, എൻ്റെ ജീവിതവും എൻ്റെ മരണവുമെല്ലാം സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? ജീവിതത്തിൽ ഇപ്പറയപ്പെട്ട ഒരറവും ഒരിക്കലും അറക്കാത്ത ആളും പറയുന്ന കാര്യമല്ലേ ഇത്? അപ്പോൾ അവിടെ ബലി എന്ന് പറഞ്ഞാൽ, നുസുക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്കുള്ളത്, എൻ്റെ സമ്പാദ്യം, ഞാൻ എൻ്റെ ധനമാകട്ടെ, എൻ്റെ മക്കളാകട്ടെ, എൻ്റെ കുടുംബമാകട്ടെ, എല്ലാം അള്ളാഹുവിനുള്ളതാകുന്നു എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്കും തൃപ്തിക്കും മുകളിലല്ല ഇതൊന്നും, എല്ലാം അതിൻ്റെ താഴെയാണ്. അതാണ് അതിൻ്റെ അർത്ഥം. ഈ ഒരൊറ്റ അർത്ഥം മനസ്സിലാക്കിയാൽ മതി. മൃഗത്തെ ബലിയെറുക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഉദ്ദേശമല്ല എന്ന് മനസ്സിലാക്കാൻ. അങ്ങനെ തനിക്കുള്ളത് സമർപ്പിക്കുക എന്നുള്ളതാണ്. എന്നിട്ടിവർ പറയും, ഇത് അള്ളാഹു തീരുമാനിച്ച കാര്യം നമ്മൾ ഇല്ലാതാക്കിയാൽ, ഇനി ഇപ്പോൾ ചില ആൾക്കാർ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പറഞ്ഞാണ്, ഇനി അഥവാ അള്ളാഹ് അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ അതിൽ പെട്ടോട്ടെ, ഇനി ഇങ്ങനെ പറഞ്ഞ പോലെയാണെങ്കിൽ
നമ്മൾക്ക് ഈ ഉസ്താദുമാർ പറഞ്ഞതല്ലേ, അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ ഒരു നിയമം പൊതുവായ മൂല്യങ്ങൾക്ക് വിരുദ്ധമാകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അള്ളാഹു നീതിയാണ്, അതിലാണ്. പൊതുവായ മൂല്യങ്ങൾക്ക് വിരുദ്ധമാകില്ല. പൊതുവായ മൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് അള്ളാഹു പറഞ്ഞു എന്ന് ആരെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടാൽ മനസ്സിലാക്കിക്കൊള്ളണം, അത് അള്ളാഹുവിൻ്റെതല്ല, അത് ഈ മുല്ലമാരുടേതാണ്, പുരോഹിതന്മാരുടേതാണെന്ന് മനസ്സിലാക്കണം. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും സംശയം ബാക്കിയുള്ളവർക്ക് ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ പുരോഹിത മതത്തിലെ ആ പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് അങ്ങനെ പറയാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ്. സയ്യിദ് ദക്തൂർ മുഹമ്മദ് തബാതബായിയെ പോലുള്ള, മുസ്തഫ ബിൻ ഹംസയെ പോലുള്ള ആധുനികകാല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഉളുഹിയത്തിൻ്റെ പണം ധനമായി നൽകിയാൽ മതിയെന്ന്. ഒരിക്കൽ മറ്റേത് പറയാനുള്ള പേടി ഉണ്ടാവും. ഇത് അവർ മാത്രമൊന്നുമല്ല. കഴിഞ്ഞ 2018 പ്രളയ സമയത്ത്, ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ഓർമ്മിപ്പിച്ച സംഗതി വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. 2018 പ്രളയം ഉണ്ടായത് ഒരു ബലി പെരുന്നാൾ സമയത്ത്, അങ്ങക്ക് ഓർമ്മ ഉണ്ടാവും. ആ സമയത്ത് കേരളത്തിലെ സംഘടനാ പണ്ഡിതന്മാർ, സുന്നികളും മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? ഈ കൊല്ലം നമ്മൾ ആ ഉളുഹിയത്ത് അറക്കേണ്ട ആ പണമൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും അതുപോലെ ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്കുമായിട്ട് കൊടുക്കണം, അത് ഉളുഹിയത്താണ്. ഞാൻ ചോദിക്കുന്നു, ഇത് ഒരു ഒറ്റ കൊല്ലത്തേക്കേ ഉള്ളൂ? പ്രളയത്തിന് മാത്രമേ ഉള്ളൂ? ഇത് പത്രങ്ങളിലൊക്കെ എഴുതിയതല്ലേ, നിങ്ങൾ പ്രസ്താവിച്ചതല്ലേ, ജനങ്ങളൊക്കെ വായിച്ചതല്ലേ, നിങ്ങൾ മറന്നുപോയോ? ഞാൻ പറയുന്നു, ആ ഒരു ഇജ്തിഹാദ് മതി. പ്രളയത്തിൻ്റെ സമയത്ത് ക്യാമ്പുകളിൽ കൊടുക്കാം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാം, അരിയും വസ്ത്രവും വാങ്ങിക്കൊടുക്കാം, ഉളുഹിയത്ത് അതാണ് നിങ്ങൾ പറഞ്ഞില്ലേ? ആ ഒരൊറ്റ ഇജ്തിഹാദ് മതി. ഇപ്പോൾ ആർക്കും ഇറച്ചി ആവശ്യമില്ല, മറ്റൊരുപാട് കാര്യങ്ങൾ ആവശ്യമുള്ളവരുണ്ട് നമ്മുടെ നാട്ടിൽ. ജാതി മത ഭേദമന്യേ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോ മഹലിനും 10 ഉരുക്കട വീതം കണക്ക് കൂട്ടിയാൽ കേരളത്തിലുള്ള 10,000-ത്തിലധികം പള്ളികൾ കേന്ദ്രീകരിച്ച് 10ഓളം ശരാശരി 10 എണ്ണം കണക്ക് കൂട്ടിയാൽ ഏതാണ്ട് അറുക്കുന്നത് 1,00,000 ഉരുക്കളാണ്. ഒരു ഉരുവിന് ശരാശരി 50,000 രൂപ കൂട്ടിയാൽ 1,00,000 × 50,000 കണക്ക് കൂട്ടി നോക്ക്, മില്യൺ കണക്കിന് രൂപ വരും. അതല്ലേ ഓരോ വർഷവും നമ്മൾ അനാവശ്യമായി തള്ളിക്കളയുന്നത്? ഈ ജീവികളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നു മാത്രമല്ല, പണം മുഴുവനും അത് ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് പ്രാദേശികമായി കൊടുത്താൽ ഒരു കൊല്ലത്തേക്കെങ്കിലും അവരുടെ ചെറിയ പ്രയാസങ്ങൾ, വേണ്ട ഒരു മാസത്തേക്കെങ്കിലും അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടൂലേ? അത് വ്യവസ്ഥാപിതമായിട്ടാണെങ്കിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവില്ലേ? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അതിന് മുൻകൈ എടുക്കണം. ആലോചനാശീലരായ ആളുകൾ ഇക്കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം എന്നാണ് എനിക്ക് ഉണർത്താനുള്ളത്.